ഇന്നൊരു അടിപൊളി ഇരുമ്പുളി കൂട്ടാനാണ് വയ്ക്കുന്നത് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. സബോളയും തക്കാളിയും ഇരുമ്പുളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരമുറി നാളികേരം കൊത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും കൂട്ടി അരച്ചെടുക്കണം. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഉലുവ ഇടാം. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. അത് നന്നായി പാകമായി വരുമ്പോൾ നമുക്ക് സബോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം. സബോള വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേഗം മൂത്ത് വരും. സബോള മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് പാകമായി വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ചീനച്ചട്ടിയിലേക്ക് ഇടുന്നത് കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഇനി നമുക്ക് 4ആയിട്ട് കീറി അരിഞ്ഞു വെച്ച ഇരുമ്പുളി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ പുളിയിൽ പിടിക്കുന്നവരെ നമുക്ക് നല്ലതായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നേരത്തെ എടുത്തു വെച്ച നാളികേരം ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കിയെടുക്കാം. ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത നാളികേരം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. ചോറിനും ചപ്പാത്തിക്കും ഈ കൂട്ടാൻ നല്ല രസമാണ്. എല്ലാവരും വെച്ച് നോക്കണം. ഇത് നല്ല ടേസ്റ്റുള്ള കൂട്ടാനാണ് കേട്ടോ. ഇത് ശരിക്കും മൺചട്ടിയിലാണ് വയ്ക്കേണ്ടത്. എൻ്റെ മൺചട്ടി പൊട്ടിപ്പോയി, അത് കാരണം ചീനച്ചട്ടിയിലാണ് വയ്ക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ. എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിക്കാം കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ താളിച്ചൊഴിക്കുന്നത് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇരുമ്പുളി കൂട്ടാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല രസമുള്ള ഇരുമ്പുളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.